ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിച്ചിപ്പോട്ട കോഴി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ ഉണ്ട്. ഞാനിതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ലെഗ് പീസ് മാത്രമാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ലെഗ് പീസ് മാത്രം എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. പിന്നെ മീഡിയം സൈസിലെ 10 ചെറിയ ഉള്ളി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും, പിന്നെ 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 2 പട്ട, 1 ഇഞ്ച് സൈസിൻ്റെ വീതം 2 പട്ട, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതിന് മല്ലിപ്പൊടി ആയിരിക്കണം കൂടുതൽ ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ നിങ്ങൾ നാടൻ കോഴി എടുക്കുന്നെങ്കിൽ ഒരു 6-7 വിസിൽ വരെ വേവിക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ ചിക്കൻ പീസൊക്കെ നമുക്ക് മാറ്റാം. ഇതിൽ നിന്ന് ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ അങ്ങ് മാറ്റണം. അപ്പോൾ ഈ ചാറ് നമുക്കിനി ആവശ്യമുണ്ട്, ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇവിടെ ആറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിച്ച് കീറി വെക്കണം. എല്ലൊക്കെ അങ്ങ് മാറ്റണം. ഒരുപാടങ്ങ് ചെറുതാക്കണ്ട, ഈ ഒരു സൈസിലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് പിച്ച് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. വലിയൊരു സവാള ഈ ഒരു സൈസിൽ അരിഞ്ഞിട്ടുണ്ട്. തീരെ അങ്ങ് കനം കുറയ്ക്കണ്ട. അതുപോലെ 3 വറ്റൽമുളക് കട്ട് ചെയ്തത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി, ഒരുപാടങ്ങ് വഴറ്റണ്ട. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലിട്ടൊരു 1/4 ടീസ്പൂൺ കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്ന ചാറ് ഒഴിച്ചു കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ ചിക്കൻ വേവിക്കാൻ നേരത്തെ ശകലം ചേർത്തായിരുന്നു, ഇപ്പോൾ പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. ഈ ചാറിൽ കിടന്നിട്ട് ചിക്കൻ ഒന്നും കൂടെ ഒന്ന് വേവട്ടെ. നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഇതുപോലെ ഓപ്പണിൽ തന്നെ വെച്ചാൽ മതി, അടച്ചു വെക്കണ്ട. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് പൊടിഞ്ഞ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും കൂടെ ഇടാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കനേത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.